എൻ്റെ സ്വന്തം കല്യാണത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ആ കല്യാണത്തിൻ്റെ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഇപ്പോഴും ഫിക്സ് ആയിട്ടില്ല. ഡേറ്റൊക്കെ ഫിക്സ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റിസപ്ഷൻ നടത്താനുള്ള വെന്യൂ നോക്കി വന്നേക്കാണ്. ഡിസംബർ 10-നൊരു മുഹൂർത്തം കണ്ടു കിട്ടിയെങ്കിലും മറ്റ് ചില കാര്യങ്ങളും കൂടെ ചേർന്ന് വരുമ്പോൾ ഡിസംബർ 10 നടക്കോ ഇല്ലയോ എന്നുള്ളതൊരു കൺഫ്യൂഷനിലായിരുന്നു നിന്നിരുന്നത്. വീട്ടിൽ ഫംഗ്ഷൻ നടത്താൻ ഒന്ന് രണ്ട് വെന്യൂസ് നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചെങ്കിലും നമ്മൾ ആദ്യം പോയി കണ്ട ഈ ടൈഡൽ ബ്ലെൻഡ് റിസോർട്ട് തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 10-ന് കല്യാണ ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഷടപടേ ഷടപടേന്ന് നീങ്ങണം. സോ അടുത്ത സ്റ്റെപ്പ് നമ്മൾക്ക് കല്യാണക്കുറി അടിക്കാൻ കൊടുക്കലാണ്. ബ്രോഡ്വേയിലുള്ള വളവിയിലാണ് നമ്മൾ കല്യാണക്കുറി അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. കല്യാണ ഡേറ്റ് ഒഴികെ ഇഷ്ടപ്പെട്ട കാർഡ് സെലക്ട് ചെയ്യുക, ഫോണ്ട്, മാറ്റർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇതിനായിട്ട് ഞാനും അച്ഛനും ഉണ്ണിച്ചേട്ടനും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കല്യാണ ഒരുക്കങ്ങളിൽ 3ഉം 2ഉം എന്നുള്ള ടീം തിരിഞ്ഞ് അടികൾ ഏറ്റവും നടന്നിട്ടുള്ള സ്റ്റെപ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. 800 പേരുടെ ലിസ്റ്റ് ആയപ്പോൾ ഞാൻ സുല്ലിട്ടിട്ടുണ്ട്, ബാക്കി ഉണ്ണിച്ചേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കട്ടൻ ചായ കിട്ടുമോ? ആ നീണ്ട ലിസ്റ്റ് ഉണ്ടാക്കൽ ഒരു കട്ടൻ ചായയോട് കൂടി ഞങ്ങൾ അവസാനിപ്പിച്ചു. ഒരു കല്യാണം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ സ്റ്റെപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അതിൽ ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം കല്യാണ ഷോപ്പിംഗ് ആണ്. നമ്മുടെ കല്യാണത്തിന്റെ മെയിൻ പർച്ചേസിനായിട്ട് നമ്മൾ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ കുത്താമ്പുള്ളിയിലുള്ള എയർ ഹാൻഡ്ലൂംസിലാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 4-4.5 മണിക്കൂർ യാത്രയുണ്ട് കുത്താമ്പുള്ളി എത്താനായിട്ട്. വീട്ടിൽ നിന്ന് നമ്മൾ വെളുപ്പിനെ പുറപ്പെട്ടതുകൊണ്ട് ഒരു 9:15 ആയപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. വീക്കെൻഡ്സ് നോക്കി നിങ്ങൾ ഈ കടയിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല. ആ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സൺഡേക്ക് ശേഷം തിങ്കളാഴ്ചയാണ് എയർ ഹാൻഡ്ലൂമിലേക്ക് എത്തിയത്. ആദ്യം തന്നെ നമ്മൾ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള സാരിയാണ് നോക്കി തുടങ്ങിയത്. ഇന്നത്തെ ഷോപ്പിങ്ങിൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഷോപ്പിംഗ് ചെയ്തു തീർത്തത് ബ്രൈഡിൻ്റെ ആയിരുന്നു. എൻ്റെ കല്യാണ ഷോപ്പിങ്ങിനും അതുപോലെ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഒത്തിരി സമയമൊന്നും ഒരു കല്യാണ സാരി എടുക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി വന്നില്ല. മേ ബി നമ്മളൊരു ബ്രൈഡ് ആകുമ്പോൾ നമ്മൾ കുറച്ചൊരു പ്രിപ്പറേഷനൊക്കെ എടുക്കുന്നുണ്ടാകുമല്ലോ, കുറച്ച് പാറ്റേൺസും കളേഴ്സും ഒക്കെ റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് കുറച്ചും കൂടെ വേഗം ചിലപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റുന്നതും. ഈ 3 സാരിന്ന് ബ്രൈഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതേതാണെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു ചെറിയ സസ്പെൻസ് ആയിക്കോട്ടെ. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് ബ്രൈഡിന് 2 സാരി കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ആദ്യം ചൂസ് ചെയ്ത സാരിയും പിന്നെ ഒന്ന് ഒരു സെറ്റ് സാരിയുമാണ്. ഈ സെറ്റ് സാരിയുടെ പരിപാടി എല്ലാ നാട്ടിലും ഉണ്ടോ എന്നെനിക്കറിയില്ല. ഇത് മെയിനായിട്ട് തെക്കൻ ജില്ലകളിലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സ് എടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കല്യാണ ചെക്കനുള്ള കല്യാണ മുണ്ടും കുർത്തയുമാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഒന്ന് രണ്ട് കുർത്തയൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒരെണ്ണം നമുക്ക് കിട്ടിയില്ല. എന്നാൽ കല്യാണ ചെക്കനുള്ള മുണ്ട് നോക്കിയെടുക്കാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, പല ക്വാളിറ്റിയിലും പല റേറ്റിലും ഒക്കെ ഉള്ളത്. കല്യാണ ചെക്കൻ്റെ മുണ്ടിനോടൊപ്പം തന്നെ നമ്മൾ അച്ഛനും ഏട്ടനും ബാക്കി റിലേറ്റീവ്സിനും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള മുണ്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ടായി. നമ്മൾ അന്ന് കല്യാണം വിളിക്കുന്ന ലിസ്റ്റ് എഴുതിയ കൂട്ടത്തിൽ തന്നെ കല്യാണ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാരി, മുണ്ട് ഇതിനൊക്കെയുള്ള ഒരു ലിസ്റ്റും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം എളുപ്പമുള്ള പണിയല്ല കേട്ടോ. എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചിട്ടാവാം ഇനി ബാക്കി. പല കൈൻഡ് ഓഫ് ഷോപ്പിങ്ങിന് നമ്മൾ പല കടകളിൽ പോയിട്ടുണ്ട്. എന്നാൽ ഇതേ ഇത്രയും മനസ്സ് നിറഞ്ഞ് സ്നാക്സും ചായയും കാപ്പിയും ഒക്കെ തരുന്ന ഒരു കടയിൽ ഞാൻ പോയിട്ടില്ല. ഇത് നമുക്ക് മാത്രമല്ല, ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും ഇത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. ചായ കുടിച്ചു കഴിഞ്ഞിട്ടും ചായ കുടിക്കുന്നതിന് മുമ്പും നമ്മൾ കുറച്ച് ഗിഫ്റ്റ് സാരികൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഊണ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ AR ഹാൻഡ്ലൂമിലെ അരവിന്ദേട്ടൻ്റെ വീടാണേ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും, ഈ വീട്ടിലിപ്പോൾ നിങ്ങൾ ഊണ് കഴിക്കാനായിട്ട് പോയത് എന്താണ്, അവിടെ മറ്റു ഹോട്ടൽസ് ഒന്നും ഇല്ലേന്ന്. അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. വളരെ സിമ്പിളാക്കി പറയുവാണെങ്കിൽ അരവിന്ദേട്ടൻ്റെ ഭാര്യ സുവർണയും ഞാനും തമ്മിൽ ഒരു വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരേ പാത്രത്തിലുണ്ട്, ഒരേ പായിൽ ഉറങ്ങി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ കൂട്ടുകാരായിരുന്നു ഞങ്ങൾ. 2015 ടു 2018 വരെ ഒരേ ഹോസ്റ്റലിൽ, ഒരേ റൂമിൽ, അടുത്തടുത്ത ബെഡിൽ, ഒരേ ബെഞ്ചിൽ ക്ലാസ്സിലിരുന്ന് അടുത്തടുത്ത് പഠിച്ച സുഹൃത്തുക്കളാണ്. എന്നെ ചീത്ത വിളിക്കാനും ഇടയ്ക്കിടയ്ക്ക് വഴക്കിടാനും മിണ്ടാതിരിക്കാനും എൻ്റെ ലൈഫിൽ വേറെ ഒരു ഫ്രണ്ടും ഇവളുടെ പോലെ ഉണ്ടായിട്ടില്ല. ഊണ് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും ഉണ്ണിച്ചേട്ടനും ഏട്ടനും ശ്രീയും കൂടെ നേരെ AR ഹാൻഡ്ലൂംസിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് പിന്നാലെ ഞങ്ങൾ സ്കൂട്ടറിലാണ് ARലേക്ക് പോയത്. ഇനി ARലേക്ക് തിരിച്ചു ചെന്നിട്ടാണ് കുറച്ച് സാരികളും കൂടെ സെലക്ട് ചെയ്യാനുള്ളത്.
പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിന്നാൽ ശ്രീനെ കറക്റ്റ് ടൈമിൽ വീട്ടിലെത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ണിച്ചേട്ടനെ കൂട്ടി നമ്മൾ ശ്രീയെ നേരത്തെ തന്നെ വീട്ടിലേക്ക് ആക്കുകയാണ്. കല്യാണ പെണ്ണിന് സാരി എടുക്കുന്നതിനേക്കാൾ ഏറെ സമയം വേണ്ടി വന്നത് എനിക്കിഷ്ടപ്പെട്ടൊരു സാരി കിട്ടാൻ വേണ്ടിയായിരുന്നു. അത് നല്ല സാരി ഇല്ലാത്തത് കൊണ്ടല്ല, കുറേ കളക്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. എൻ്റെ കേസിൽ എനിക്ക് അതാണ് തോന്നിയിരുന്നത്. എ ആർ ഹാൻഡ്ലൂമിനെ കുറിച്ച് ഞാനായിട്ട് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്ന ഓരോ കാര്യങ്ങളും അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇഷ്ടപ്പെട്ട ഒരെണ്ണം കിട്ടുമെന്നുള്ളത് മാത്രമല്ല, അത് നമ്മുടെ ബഡ്ജറ്റിൽ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഇവിടുത്തെ ഓരോ സ്റ്റാഫുകളുടെയും പെരുമാറ്റവും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം നമ്മൾ വന്ന സമയം മുതൽ രാത്രി പോകുന്ന സമയം വരെ അവർ ക്ഷമയോടെ നമ്മുടെ കൂടെ നിൽക്കും. എൻ്റെ അമ്മയുടെ സാരി പർച്ചേസിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഞങ്ങളിങ്ങനെ ഓരോന്ന് മാറ്റിയും മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പോവാൻ നിന്നാൽ ഇവർക്ക് പോവാനുള്ള ട്രെയിൻ മിസ്സാകും. അപ്പോൾ ആ ട്രെയിൻ മിസ്സാകാത്ത രീതിയിൽ ഏട്ടൻ കൊണ്ടുപോയിട്ട് ഉണ്ണിച്ചേട്ടനെയും ശ്രീനെയും ഒറ്റപ്പാലത്ത് റെയിൽവേ സ്റ്റേഷനിലാക്കി. ആൻറ്റിക്കും പാറുവിനും കുഞ്ഞമ്മയ്ക്കും ഒക്കെ ഉള്ള സാരികളും എടുത്തു. ഫൈനലി അമ്മയ്ക്കുള്ളത് എടുത്തു കഴിഞ്ഞപ്പോഴും എനിക്കുള്ള സാരിയാണ് അവസാനമായിട്ട് കിട്ടാതെയുള്ളത്. കുറേ നേരം എൻ്റെ കൂടെ സുവയും സാരിയൊക്കെ നോക്കി നിന്നിരുന്നു. പിന്നെ അവൾക്ക് മനസ്സിലായി ഇതൊരു നടക്ക് പോകുന്ന പരിപാടിയല്ല. മാത്രമല്ല കുഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൾക്ക് തിരിച്ച് വീട്ടിലെത്തവും വേണം. അങ്ങനെ ഞാൻ ഓരോ സാരികളും മാറ്റി മറിച്ചും കൊടുത്തു നോക്കിക്കൊണ്ടേയിരുന്നു. ഉണ്ണിച്ചേട്ടന്റെ കല്യാണത്തിന് സാരി ഉടുക്കണ്ട, ധാവണി ഉടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ തീരുമാനം. പിന്നീട് എപ്പോഴോ പ്ലാൻ മാറി സാരി എടുക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. സാരി ഉടുക്കണം എന്ന് തീരുമാനിച്ചപ്പോഴും ഏത് കളർ ഉടുക്കണം എന്നുള്ളതിനൊരു പ്ലാൻ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. വെച്ച് നോക്കുമ്പോൾ ഭംഗി തോന്നുന്ന ഒരു സാരി എടുക്കാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. കൂടുതൽ നല്ല നല്ല ഓപ്ഷൻസ് നമ്മൾ കണ്ണിൽ കാണുവാണെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകുന്നത് കൂടത്തതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം എനിക്ക് ഇന്നത്തെ ദിവസം കൊണ്ട് മനസ്സിലായി. മനസ്സിൽ ഏതെങ്കിലും ഒരു കളർ ഫിക്സ് ചെയ്ത് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാവില്ലായിരിക്കണം. ഇത്രയും തവണ ഈ സാരി മാറ്റി മറിച്ച് ഒളിപ്പിച്ചിട്ടും ഈ ചേച്ചിമാരൊരു മടിയും കൂടാതെ കൂടെ നിന്നു എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ചത്. ഇതൊന്നും പോരാഞ്ഞിട്ട് രാവിലെ നമുക്ക് വയറ് നിറച്ച് സ്നാക്സും കോഫിയും ചായയും ഒക്കെ തന്നതുപോലെ വൈകുന്നേരവും അവർ നമ്മളെ കൊണ്ടുപോയിട്ട് കോഫിയും ചായയും സ്നാക്സും ഒക്കെ തന്നിരുന്നു. ഏത് ഷോപ്പും ആയിക്കോട്ടെ, അവിടുത്തെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ആ കടയുടെ വിജയം എന്ന് പറയില്ലേ. ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എ ആർ ഹാൻഡ്ലൂംസിൽ വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഒരു സാരിയും ഫൈനലൈസ് ചെയ്യാൻ പറ്റാതെ ഞാനിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് രാജുവേട്ടൻ എന്നോട് പറഞ്ഞു, ഇവിടെ ഗോഡൗണിൽ പോയാൽ വേറെ സാരികൾ ഉണ്ടാകും, അവിടെ പോയി കൂടെ വേണമെങ്കിൽ നോക്കാമെന്നുള്ളത്. അങ്ങനെ നമ്മുടെ കൂടെ രാവിലെ മുതൽ ഉണ്ടായിരുന്ന ശ്രീദേവി ചേച്ചിനെ കൂടെ കൂട്ടിയാണ് ഞങ്ങൾ അവരുടെ വണ്ടിയിൽ ഗോഡൗണിൽ എത്തിച്ചത്. വേറൊരു വലിയ ഷോപ്പ് തുടങ്ങാനും മാത്രമുള്ള സാരികളും മുണ്ടുകളും ഒക്കെ ഈ ഒരു ഗോഡൗണിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഗോഡൗണിൽ നമ്മൾ എത്തി, അവിടെയും കുറേ കറങ്ങി. അവിടെ നിന്ന് വീണ്ടും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെയോ സാരികൾ അമ്മ പിറക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കപ്പോഴും ഏതെടുക്കണം, ഏത് ഉടുക്കും ഞാൻ എന്നുള്ളൊരു കൺഫ്യൂഷൻ മനസ്സിൽ നിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ആകെ ടയേർഡ് ആയിട്ടുണ്ട്. കാരണം ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒത്തിരി സമയമെടുക്കുന്ന ഒരു മേജർ സംഭവം തന്നെയാണ്. ഈ ഗോഡൗണിൽ വരുമ്പോഴും ഈ നമുക്ക് കല്യാണത്തിന് ഉടുക്കാൻ പറ്റുന്ന സാരികൾ മാത്രമല്ല നമ്മൾ കണ്ടത്. കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത്, ചെറിയ ചെറിയ പരിപാടികൾക്ക് പോകുമ്പോൾ ഉടുക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള പല കൈൻഡ് ഓഫ് സാരി, അതേപോലെ ധാവണി, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന പല കൈൻഡ് ഓഫ് നല്ല നല്ല സാരികൾ നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ ഇവിടെ അവൈലബിൾ ആണ്. എന്നാൽ ഇതൊക്കെ നോക്കിയെടുക്കാനുള്ള സമയവും കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമ്മൾ രാവിലെ കട ഓപ്പൺ ആവുന്ന ഒരു സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ക്ലോസ് ആയിട്ട് കുറച്ചധികം ബന്ധുക്കളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സാരികൾ പർച്ചേസ് ചെയ്യാൻ ഓരോ ആൾക്കാരെയും മനസ്സിൽ കണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് തന്നെയായിരുന്നു. അങ്ങനെ ഗോഡൗണിൽ വന്നെങ്കിലും എൻ്റെ വിചാരിച്ച കാര്യം ഇവിടെ നടന്നില്ല. പക്ഷേ മറ്റ് ചില സാരികളും കൂടെ നമ്മൾ ഗോഡൗണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് കടയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കടയിൽ നോക്കി വെച്ച ചില സാരികളുണ്ടായിരുന്നു. അതിലേതെങ്കിലും ഒന്ന് ഫൈനലായിട്ട് സെലക്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഗോഡൗണിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ കടയിലെ സ്റ്റാഫ് ചേച്ചിമാർക്കൊക്കെ തിരിച്ച് വീട്ടിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, ഒത്തിരി ദൂരം വണ്ടി ഓടിച്ച് നമുക്കും എത്താനുള്ളതാണ്. അങ്ങനെ നമ്മൾ വന്ന വണ്ടിയിൽ തന്നെ ശ്രീദേവി ചേച്ചിയുമായിട്ട് നമ്മൾ തിരിച്ച് കടയിലേക്ക് പോവാണ്. എൻ്റെ ലൈഫിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ആദ്യമായിട്ട് ഞാൻ വേണ്ട എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ച് വരും എന്നുള്ളത്. അങ്ങനെ ആദ്യം തന്നെ റിജക്റ്റ് ചെയ്ത ചില സാരികളാണ് ഞാൻ ഫൈനലി വീണ്ടും എടുത്ത് ഉടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്.
അതിൽ ഏത് സാരിയാണ് ഞാൻ എടുത്തതെന്നൊന്നും ഞാനിപ്പോൾ പറയില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവാം. ഗസ് ചെയ്യുവാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. രാവിലെ തൊട്ട് ഇത്ര നേരം വരെ ആയിട്ടും നമ്മൾക്ക് വെഡ്ഡിങ്ങിനുള്ള മൊത്തം പർച്ചേസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ കല്യാണത്തിൻ്റെ ഏകദേശം തലേ ദിവസം വരെ ഈ ഷോപ്പിംഗ് പരിപാടികൾ തീരില്ല എന്നുള്ളതാണ്. കാരണം ഒരു കല്യാണം വന്നാൽ തന്നെ എന്തൊക്കെ പരിപാടികളാണ് അതിൻ്റെ അകത്തുള്ളത്. അതിനൊക്കെ ഓരോ ഡ്രസ്സുകൾ നമ്മൾ എടുക്കണം. അതിന് പറ്റിയ ഓർണമെൻറ്റ്സ്, മറ്റ് ആക്സസറീസ് ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയമാണല്ലേ. അങ്ങനെ എന്തായാലും നമ്മുടെ ARലെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ദേ നമ്മുടെ കൂടെ രാവിലെ മുതൽ രാത്രി ഈ സമയം വരെ ഒപ്പം ക്ഷമയോടെ നിന്ന ചേച്ചിയാണ് ഈ ശ്രീദേവി ചേച്ചി. ഇവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് അത്രയും നിറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ എന്നാൽ നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. ഇനി അടുത്ത പാർട്ട് വീഡിയോ ഞാൻ എപ്പോൾ ഇടുമെന്ന് എനിക്കറിയില്ല. ഉടനെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.